നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വരെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണം ഇവിടെ ₹140 ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ 4164 ആയിരിക്കുന്നു. സോ 4000 കഴിഞ്ഞ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ഇപ്പോൾ 95.37 ഇരിക്കുന്നു. ചെറിയ ഡോളർ വിൽക്കുന്നു. പക്ഷേ എണ്ണയുടെ വില വന്നിട്ട് 72 ആയിരിക്കുന്നു. 24,391 ഇരിക്കുന്നു ഇൻഡെക്സ്. 160 പോയിന്റാണ് പ്ലസ്. ബാങ്ക് നിഫ്റ്റിയെ വെച്ച് കയറ്റിയിരിക്കുന്നു 362. ബാങ്ക് നിഫ്റ്റി അല്ലാതെ എല്ലാം ഫ്ലാറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഓവറോളാ പറയണമെങ്കിൽ മാർക്കറ്റ് വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ വന്നിട്ട് ഒരു ഡെഡ് ക്യാപ് ബൗൺസാ തന്നെ ഞാൻ നോക്കുന്നു. നമ്മൾ കൺസിഡർ ചെയ്ത ലോങ് ലിസ്റ്റിൽ സ്പന്ദന സ്ഫൂർത്തി 4% അടുത്ത് ഏറിയിരിക്കുന്നു. കാരണം ഒരു 52 വീക്ക് ഹൈയും ടച്ച് ചെയ്തുകൊണ്ട് ക്യാർ വന്നിട്ട് റേറ്റിംഗ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. സോ 3.5% ഹൈ വന്നുകൊണ്ട് ഇപ്പോൾ 2.72 ഹൈ ആയിരിക്കുന്നു. മണപ്പുറം 1.6% കഴിഞ്ഞ് 52 വീക്ക് ഹൈ ആണ്. 5% കഴിഞ്ഞു പോകുന്നു. ഈ ദീപക് റെഡ്ഡി പോയതിന് ശേഷം കംപ്ലീറ്റ് കൺട്രോൾ ബെയിനാണ് ചെന്നിരിക്കുന്നു എന്ന് മാർക്കറ്റ് പറയുന്നു. ബജാജ് ആട്ടോ 1.3. HDFC ബാങ്കിൽ റിസൾട്ട് നല്ലായിരുന്നു. അതായത് അഡ്വാൻസ് ആൻഡ് ഡെപ്പോസിറ്റ് ഒത്തിരി അടിച്ചു പിടിച്ച് സ്റ്റോക്കായിട്ട് നിമിത്തി ഇതിലിരുന്ന് ലോണിലിരുന്ന് 1.3, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.1, മുത്തൂട്ട് ഫൈനാൻസ് 1.1, റിസൾട്ടിംഗ് -1.6, 1.1 ഇൻഫി, വിപ്രോ -1.1. ഇതിന് വന്നിട്ട് റൊട്ടേഷൻ ഓഫ് സ്റ്റോക്ക് ആയിട്ട് തന്നെ നോക്കുന്നു. ഇന്നുള്ള മുഖ്യ വാർത്ത സ്വർണം തിരികെ പ്രോബ്ലം ആയിരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രഥമറിലെ അഡ്വൈസറാണ് ഇങ്ങനെ പറയുന്നു എന്ന്. പ്രോബ്ലം ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരികെ ഇപ്പോൾ എക്കണോമിക് ടൈംസിലൊരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. $5 ട്രില്യൺ സ്വർണം ഇരിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് അതിലൊരു 30 ടൺ വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതും നിങ്ങൾ ആവശ്യമില്ലാതെ വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മാർക്കറ്റ് അയ്യോ അയ്യോ എന്ന് പറയുന്നു. ആ 25,000 30,000 ടണ്ണായിട്ട് ഞങ്ങളടുത്ത് തരുവാണെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഒരു കാരണം നിങ്ങളടുത്ത് ഞങ്ങൾ എങ്ങനെ എടുക്കാം എന്ന ഒരു ഐഡിയ ആണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയ പ്രാവശ്യം ബാങ്കിൽ നിന്ന് കൊടുത്ത കാരണം അങ്ങനെ നിങ്ങളെ മുകളിൽ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾക്ക് കുറിച്ച് വിശ്വാസമില്ല. വർഷം കൊണ്ടത് നിങ്ങൾ ചിലയിടത്ത് കൊടുത്തായിരുന്നോ? ബാംഗ്ലൂർ അടുത്തിരുന്ന് നിങ്ങൾ പാക്കറ്റ് അടിച്ചു. ഇത് നിങ്ങൾക്ക് 1/2%, 1/4% വഡി തരും. അടുത്ത് നിങ്ങൾ എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ സ്വർണത്തിന് കൊണ്ടുവന്ന് ആരും കൊടുക്കൂല. സ്വർണത്തിന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഉരുക്കും. നമുക്ക് വേറെ പോയാണ് കിട്ടുന്നത്. പിന്നെ കായിന കൊടുക്കാം. പക്ഷെ കായിന കൊടുക്കുകയാണെങ്കിൽ വഡി കൂടുതൽ കിട്ടണം. പക്ഷെ കായിന കൊടുത്തതിന് ശേഷം കണക്ക് ചോദിക്കുവാണെങ്കിൽ ആരും കായിന കൊടുക്കൂല. ആ പേടി പോലും ഉണ്ട്. ഇത് കാരണം ഈ വലിയ പ്ലാറ്റ്ഫോം തന്നെ എന്തെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഒരു ഫ്ലോപ്പ് ഷോ ആയി തന്നെ തീരും. ആരും വന്നിട്ട് രൂപയിൽ വീക്കായിരിക്കുന്നു, ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കുറവായിരിക്കുന്നു എന്നൊക്കെ പറയും. തന്നെ എന്തെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ വേണം എന്നാണ് അവർ ഗോൾഡ് വാങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ രൂപയുടെ പ്രിന്റ് ചെയ്യുന്ന ആളെടുത്ത് കണ്ണിൽ കാട്ടൂല. ഇത് നാച്ചുറൽ ആണ്. ഇത് കാരണം ഈ സ്കീം വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ അടുത്തത് സെൻട്രൽ ബാങ്ക്സ് ഓഫ് ദി വേൾഡ് അവരെന്ത് പറയുന്നു എന്നാൽ വേൾഡ് ഗോൾഡ് കൗൺസിൽ മെയ് മാസം 41 ടൺ ഗോൾഡ് ജനങ്ങൾ വാങ്ങിയിരിക്കുന്നു. ആര് വാങ്ങിയിരിക്കുന്നു എന്നാൽ പോലണ്ട് 18 ടണ്ണും ചൈന 10 ടണ്ണും വാങ്ങിയിരിക്കുന്നു. ഇന്നും 13 ടണ്ണ് മറ്റ് നാടുകളൊക്കെ വാങ്ങിയിരിക്കുന്നു. ഇത് കാരണം ആകെ മൊത്തത്തിൽ 41 ടണ്ണ് ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ ഇവരൊക്കെ സ്വർണം വാങ്ങിയിരിക്കുന്നു. സോ ഇത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡിനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഡോളറിനെ വിട്ടുകൊണ്ട് ഗോൾഡിനെ വാങ്ങുന്നത് ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ അസീം തലീബ് പറഞ്ഞതുപോലെ തന്നെ ട്രാൻസാക്ഷന് ഡോളറിനെ വെച്ചുകൊണ്ട് സ്റ്റോർ ഹൗസ് ഓഫ് വാല്യൂവിന് ഗോൾഡ് വച്ചിരിക്കുന്നു. ഈ സ്റ്റോർ ഹൗസ് ഓഫ് വാല്യൂവിന് നമ്മളെ സർക്കാർ ചോദിക്കുവാണെങ്കിൽ ജനങ്ങൾ തരില്ല. ഡിപ്ലോമാറ്റിക് പ്രോബ്ലം എന്ന കാരണം നിങ്ങൾ അദാനി കേസിനെ ഡിസ്മിസ് ചെയ്തു. ഇത് കാരണം ഇപ്പോൾ ഈ കേസ് ഇല്ല എന്ന് പറയുന്നു. 10 ബില്യൺ അവർ തനിയായിട്ട് കൊടുത്തു. അതിനും ഇതിനും സംബന്ധമില്ല എന്ന് പറയുന്നു. സംബന്ധം ഇരിക്കുന്നോ ഇല്ല എന്നത് അടുത്ത അഡ്മിനിസ്ട്രേഷൻ വന്നാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ITC എന്ത് പറയുന്നു എന്നാൽ ഈ പെട്ടെന്ന് ഒരു ചെറിയ എമൗണ്ട് റേറ്റ് കോഡ് ഇറക്കി 10,000 ടണ്ണ് മാറ്റർ ഓഫ് ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അതായത് 1000 ഏക്കറിൽ ഫാർമ റെഡി ചെയ്തിരിക്കുന്നു. പിന്നെ സപ്ലൈ ചെയിനെയും വച്ചിരിക്കുന്നു. കുപ്പം റീജിയനിൽ ആ ഏരിയയിൽ ഇരിക്കുന്ന ടൊമാറ്റോയെ വാങ്ങാൻ പോകുന്നു. ടൊമാറ്റോയിനെ ഉടനെ വിൽക്കാൻ പറ്റുമെങ്കിൽ വിൽക്കും. അല്ലെങ്കിൽ അതിനെ ജ്യൂസായിട്ടോ പിന്നെ അല്ലെങ്കിൽ പൾപ്പായിട്ടോ ചെയ്ത് വെളിനാടുകളിന് എക്സ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം ഫുഡ് പ്രോസസ്സിങ്ങിലൊക്കെ ഉപയോഗിക്കും. അവൻ്റെ ഹോട്ടലിലും വച്ചിരിക്കും. ഒക്കെയാണ് ഹിഡൻ ജംസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മളെന്ത് വിചാരിക്കുന്നു ടീ കടലിൽ ഊതുന്നതാണ് ITC എന്ന്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ 35 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് എടുത്തു. അത് 2 കമ്പനിയായിട്ട് പിരിഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വിൽക്കുന്ന ടോപ്പ് 2 കാർ
മാരുതി അങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നു. മാരുതി കാണോ, ടാറ്റ പഞ്ച് ആൻഡ് നെക്സോൺ. ഇതാണ് നമ്പർ 1 ആൻഡ് നമ്പർ 2. മാരുതി നമ്പർ 3ക്ക് ചെന്നിരിക്കുന്നു. 5 വന്നിട്ട് 21,000 വണ്ടി വിറ്റു. ഓഫീസിൽ ഒരാൾ വാങ്ങിയിരിക്കുന്നു. ഇത് മാസം വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഇത് 3 മാസത്തിൻ്റെ ശേഷം വരാനിരിക്കുന്ന സെയിലിന് ഇന്നേ കാശിന് വാങ്ങിയിട്ടിരിക്കുന്നു. നെക്സോൺ 18,335 യൂണിറ്റ്. ടോട്ടൽ ഇത് രണ്ടും ചേർക്കുവാണെങ്കിൽ ആൾമോസ്റ്റ് 40,000. മീതിയൊക്കെ ഒരു 23,000 യൂണിറ്റ് വിറ്റ്. 23,000 യൂണിറ്റ്. മെയിനായിട്ടുള്ള കാര്യം എന്തെന്നാൽ SUV-നൊക്കെ ഇവർ കണക്കിട്ട് SUV-നെ അളിച്ചു. ഇത് വന്നിട്ട് പഞ്ച് ഒരു മിനി SUV പോലെയാണ് ഇരിക്കുന്നത്. ഇതിലിരുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നു എന്നാൽ ഇത് കയറിയ ശേഷം ഈ 2 കാറും 1 മില്യൺ എന്ന് വിൽക്കാൻ പെടും. 1 മില്യൺ കാർ വെച്ചിരിക്കുന്ന പതിയെ ടാറ്റ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടാറ്റ മോട്ടർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാൽ അതുപോലെ ചൈനയിലും ജനിയുമായിട്ട് ഇറക്കി വിടുവാണെങ്കിൽ ഇവിടെ കൂടുതൽ സ്ട്രെങ്തൻ ആവും. എന്തെന്ന് വെച്ചാൽ കാർ പോർട്ട്ഫോളിയോ. സോ 10 ഇരുന്ന് 20% ഡബിൾ അടിക്കുവാണെങ്കിൽ 1,30,000 കാർ വിൽക്കും. ക്ലിയർ നമ്പർ 2ക്ക് സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യാസ് EV കമ്പനീസൊക്കെ ഇത് മെയിനാണ് വന്ന് JSW കയ്യിൽ ഡബിൾ ചെയ്തു. ഇത് കാരണം 3,800 കോടീനെ ഇങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ KKRൻ്റെ അടുത്ത് പോയി കാശ് വാങ്ങിയതാണ് ഇത്. ഞാനിതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാൽ RJSW കമ്പനി ഇരിക്കുന്നു. എല്ലാം കടമിലാണ് ഇരിക്കുന്നത്. കാർ ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് കാർസിനെ ഇറക്കണം. എന്തുകൊണ്ട് ഇതിൽ ഇറങ്ങുന്നു എന്നാൽ അവരെ മോനെ ആദ്യം പിച്ച് ചെയ്തത് ഏത്തറാണ്. ഇവർ വേണ്ട പോന്ന് പറഞ്ഞ് ഏത്തറിനെ ചവിട്ടി ഇറങ്ങുന്നതിന് ശേഷം തന്നെ കുഞ്ഞാലകത്തിറങ്ങി അതിനെ വാങ്ങി. മുൻജാനെ ഏത്തറിനെ ചേർക്കുവാണെങ്കിൽ ഒരിടത്ത് 45% മാർക്കറ്റ് ഇരിക്കുന്നു. ഡാഡി എന്ന് കരഞ്ഞ ഉടനെ MGയുടെ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോഴും എൻ്റെ എക്സ്പീരിയൻസിൽ കൂടുതൽ കടം വാങ്ങിയാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. മ്യൂച്വൽ ഫണ്ട് എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ IPOയിൽ മങ്ങാത്ത കളിക്കുന്ന സ്പെഷ്യലിസ്റ്റാണ്. ഇത് കാരണം 33% ഓഫ് എല്ലാ IPOയും ഞങ്ങളാണ് കൊടുക്കാൻ പോകുന്നു. ഇതിന് ഞങ്ങൾ മങ്ങാത്ത കളിക്കുമെന്നാണ് പറയുന്നു. HDFC ബാങ്ക് എന്തുകൊണ്ട് 1% കയറിയിരിക്കുന്നതെന്നാൽ അവർ ലോൺ 15.4%ഉം ഡെപ്പോസിറ്റ് 14.5ഉം കയറിയിരിക്കുന്നു. അടുത്തത് ട്രെൻഡിലോട്ട് പോവും. ട്രെൻഡിൽ എന്താണ് ന്യൂസ് എന്നാൽ ടാറ്റയുടെ ഫാമിലി ഇന്നും സ്ട്രെങ്തൻ ആയിരിക്കുന്നു. നെവിൽ ടാറ്റയുടെ ചേച്ചി മായ ടാറ്റ വെബ്സൈറ്റിൻ്റെ ഡിജിറ്റൽ ബിസിനസ്സിൻ്റെ ഹെഡായിട്ട് വരാൻ പോകുന്നു. ട്രെൻഡിനെ ഗ്ലോബലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. 40% ഓഫ് ദി ട്രെൻഡ് ടേൺ ഓവർ വെസ്റ്റ് സൈഡിലിരുന്ന് വരുന്നു. മുമ്പൊക്കെ മറ്റവരെ പ്രോഡക്റ്റിനെ വാങ്ങി വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ തന്നെ ഇൻഡിവിജ്വലായിട്ട് വിൽക്കുന്നു. ഈ കമ്പനി എന്ത് പറയുന്നു എന്നാൽ വർഷത്തിന് 50 സ്റ്റോർ കയറ്റിക്കൊണ്ടേ പോകാൻ പോകുന്നു എന്ന് പറയുന്നു. ടാറ്റ സ്റ്റീൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ക്യാപ്ടെക്സിന് 20,000 കോടി എക്സ്ട്രാ ഇട്ട് 50 മില്യൺ ടൺ കപ്പാസിറ്റീനെ ഇറക്കാൻ പോകുന്നതായിട്ട് പറയുന്നു. സോ ഇന്ത്യയിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. RBI റൂളിനെ മാറ്റി ടാറ്റ സൺസിൻ്റെ ചാൻസലർ അങ്ങനെ വച്ചിരിക്കുന്നു. ഒരു ദിവസം ഇല്ല എന്ന് പറയുന്നു, ഒരു ദിവസം ഇരിക്കുന്നു എന്ന് പറയുന്നു. എവിടെ പോയി ഇത് തീരാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ICICI 2017 ശേഷം ആദ്യത്തെ പ്രാവശ്യം $500 മില്യൺ ബോണ്ട് ഇടാൻ പോകുന്നു. ഇതിൽ RBI എടുത്ത് പെർമിഷൻ വാങ്ങിയിരിക്കുന്നു. ഉടനെ വാങ്ങി ബാങ്കിൽ കൊടുക്കും RBI പിന്നെ അതിൻ്റെ ഗോൾ വിടും. ബാങ്ക് 4 ക്വാർട്ടർ വരിസയായിട്ട് ഗോൾ വിട്ടു. അവസാനം എല്ലാം ശരിയായെന്ന് പറഞ്ഞ് ലോൺ കൊടുക്കാമെന്ന് തിരികെ തുടങ്ങിയിരിക്കുന്നു. സോ 3.3% ലോൺ ബുക്ക് ഏറിയിരിക്കുന്നു. ഇത് കാരണം 1% പ്രൈസ് ഏറിയിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത് ഞാൻ പലതരം പറഞ്ഞിട്ടുണ്ട് പതിയെ ശരിയാവുമെന്ന്. പഴയ ഡെപ്താണ് തൂക്കുമെന്ന് പറഞ്ഞു. CG കമ്പനി എന്ത് പറയുന്നു എന്നാൽ റൂറൽ വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നു. റൂറൽ കാരണം ഞങ്ങൾക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരുമെന്ന് പറയുന്നു. മെഡിക്കോഡോബർ കൺസ്യൂമർ, ഓർത്തഡോക്സ് കൺസ്യൂമറായി ITC ഇതുപോലത്തെ കമ്പനി എല്ലാം ഇരിക്കുന്നു. നെസ്ലെ എന്ത് പറയുന്നു എന്നാൽ വിലവാശി ഒരുപാട് കയറിയ കാരണം വലിയ ബിസിനസ് ആയിട്ട് സിറ്റിയിൽ ഒരു ഗ്രോയും ഇല്ല. ഞങ്ങൾ സ്മാളർ സിറ്റിക്ക് എക്സ്പാൻഡ് ചെയ്ത് സെയിൽസിനെ ഏറ്റാൻ പോകുന്നു. സെയിൽസ് 23,000 കോടി റീച്ചായിരിക്കുന്നു എന്നാണ് പറയുന്നത്. FBIs എന്ത് ചെയ്യുന്നു എന്നാൽ ഒരുപാട് സ്റ്റോക്കാണ് വാങ്ങാതെ റെഡിയായിട്ട് ബോണ്ടിനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയം എന്ത് ചെയ്യുന്നു എന്നാൽ ബോണ്ടും വാങ്ങുന്നു, സ്റ്റോക്കും വാങ്ങുന്നു, ഹൈബ്രിഡും വാങ്ങുന്നു എന്ന് പറയുന്നു. പ്രൈമറി ആയിട്ട് വാങ്ങുന്നത് ബോണ്ടാണ്. അടുത്തത് ആഗസ്റ്റ് ഓയിൽ ഔട്ട്പുട്ടിന് 1,88,000 ബാരൽ വരയ്ക്കും OPEC ഏറ്റും എന്ന് പറയുന്നു. ആ സമയം നോക്കുമ്പോൾ വിലവാശി ഇന്നും കുറയും.
പക്ഷെ നിങ്ങളെ പെട്രോൾ ഡീസൽ വില കുറയുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരിക്കും. ഒപ്പണ്ണയിൽ ഗവൺമെൻറ് ട്രംപ് സാറിൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങളൊരു 5% സ്റ്റേക്ക് വെച്ചോ, ഗവൺമെൻറ് നിങ്ങൾ കൺട്രോൾ ചെയ്യും എന്ന് പറയുന്നു. സ്കെ ഹൈനിക്സ് അമേരിക്കയിൽ $29 ബില്യൺ റൈസ് ചെയ്ത് ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്യും, US ലിസ്റ്റ് ചെയ്ത് ലീഡർഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പോകുന്നു. ആകെ മൊത്തത്തിൽ നമ്മൾ ഗോൾഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നതാണ് മുഖ്യ വാർത്ത. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലാഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.